അയാളുടെ ഏകദേശം ഒരു ചെവിക്ക് താഴെ വരെ ഞാനുള്ളൂ. അത്ര ഒരു ആചാരബാഹുവായ ഒരാളാണ്. അയാൾ എൻ്റെ കൈ തട്ടി മാറ്റിയിട്ട് പാറാവ് എന്ന പോലീസുകാരുടെ ഇത് തോക്ക് പിടിച്ചു വാങ്ങിച്ചിട്ട് കാഞ്ചി വലിച്ച് എനിക്ക് നേരെ വെടിവെച്ചു. റിട്ടയേർഡ് ഡിവൈഎസ്പി ബി സോമശേഖരൻ ഉണ്ണിത്താൻ കേരള പോലീസിൽ ഫിംഗർ പ്രിന്റ് എക്സ്പെർട്ടായും അന്വേഷണ ഉദ്യോഗസ്ഥരായും 30 വർഷം സേവനമനുഷ്ഠിച്ചയാൾ. അനേകം കുറ്റകൃത്യങ്ങളുടെ അന്വേഷണത്തിൽ നേതൃപരമായ പങ്കുവഹിച്ച ഉദ്യോഗസ്ഥൻ. വയറ്റിൽ അൾസറുള്ള ഒരാളും വയറുവേദന വരികയും മരുന്ന് കഴിക്കുകയും മരിക്കുകയൊക്കെ ചെയ്തതിനകത്ത് അവർക്ക് അസ്വാഭാവികമായിട്ടൊന്നും തോന്നിയില്ല, സ്ഥിരം മദ്യപാനിയായത്. പക്ഷെ അയാളുടെ സഹോദരിയുടെ മകന് ഒരു സംശയം. ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി പോസ്റ്റ്മോർട്ടം ചെയ്തപ്പോഴാണ് അറിയുന്നത് ഇയാളുടെ വൻകുടലും ചെറുകുടലോട് ചേരുന്ന ഭാഗത്ത് വെച്ച് അത് രണ്ടുകൂടെ മുറിഞ്ഞിരിക്കുക. ആ സർവീസ് കാലം ഓർത്തെടുക്കുകയാണ് ഇദ്ദേഹം. ഒരു സുമുഖനായ ചെറുപ്പക്കാരൻ, അയാള് തോളിലൊരു തോൾ ബാഗുണ്ട്. ബാഗ് തുറന്നേ എന്ന് പറയുകയും അയാൾ ഒരു ഒറ്റ ഓട്ടമാണ്. ഓടി കുറച്ചു ദൂരം ചെന്നപ്പോഴത്തേക്ക് അയാൾ പിടിക്കപ്പെടുമെന്നായപ്പോൾ അയാൾ തിരിഞ്ഞു നിന്നിട്ട് പെട്ടെന്ന് ആകാശത്തേക്ക് വെടിവെച്ചു. വിരൽ അടയാളങ്ങളിലൂടെ തെളിഞ്ഞ കേസുകൾ. മുഖം വികൃതമാണ്, കുത്തുകൊണ്ട് മരിച്ചിരിക്കുകയാണ്. ആ നാട്ടിലൊക്കെ അന്വേഷിച്ചില്ല, അങ്ങനെ ഒരു ആരെയും മിസ്സിംഗ് ഇല്ല, പോലീസ് സ്റ്റേഷനിലോ നാട്ടിലോ ഇല്ല. എനിക്കൊരു യുക്തി തോന്നി, എന്തുകൊണ്ട് മരിച്ചാളിന്റെ ഫിംഗർ പ്രിന്റ് ഒന്ന് എടുത്ത് നോക്കിക്കൂടാ? പ്രത്യേക സ്വഭാവമുള്ള കുറ്റവാളികൾ. രാമേന്ദ്രന്റെ ഒരു രീതി എന്ന് പറയുന്നത് വയലിൽ കൂടെ നടക്കുക, വയൽ വരമ്പേ കൂടെ നടക്കുക. വയൽ വരമ്പേ കൂടെ നടക്കുമ്പോൾ അയൽപക്കത്തുള്ള വീടുകൾ, അതായത് കൊള്ളാവുന്ന നല്ല തറവാട് വീടുകൾ, ഓടിട്ടത് തടിയിൽ പണിതൊക്കെ ആണെങ്കിൽ അവിടെ കയറുക എന്നുള്ളതായ അയാളുടെ ശീലം. അന്വേഷണത്തിന്റെ വേറിട്ട വഴികൾ. കുറെ ആൾക്കാർ കൂടി ഗുപ്തയ്ക്ക് രക്ഷയില്ലാതെ അറിഞ്ഞപ്പം ഗുപ്ത സൈഡിൽ കണ്ട കുളത്തിലേക്ക് എടുത്തിയാടി. ഏറ് സഹിക്കുക വയ്യാണ്. ഗുപ്തയെ ഞാൻ വിളിച്ചു. യാതൊരു അനുസരണക്കേടുമില്ലാതെ ഗുപ്ത കരക്കേറി എൻ്റെ അടുത്തേക്ക് വന്നു. റിട്ടയേർഡ് ഡിവൈഎസ്പി ബി സോമശേഖരൻ ഉണ്ണിത്താന്റെ സേവനകാലത്തെ അനുഭവങ്ങൾ അദ്ദേഹം പറയുന്നു. 2002 ഞാൻ നിലമ്പൂർ സർക്കിൾ ഇൻസ്പെക്ടറായിരുന്നു. ആ സമയത്ത് കോഴിക്കോട് IGയുടെ കീഴിലാണ് നിലമ്പൂർ പോലീസ് സർക്കിൾ വരുന്നത്. കോഴിക്കോട് IGക്ക് എന്നോട് എന്തോ വലിയൊരു അതൃപ്തി തോന്നി. അത് എന്താണ് അദ്ദേഹം ഇന്നോളം തുറന്നു പറഞ്ഞിട്ടില്ല. എങ്കിലും അദ്ദേഹത്തിന് തോന്നിയ അതൃപ്തിയുടെ പേരിൽ അദ്ദേഹം എന്നെ അവിടെ നിന്ന് സ്ഥലം മാറ്റി. അദ്ദേഹം എന്നെ സ്ഥലം മാറ്റി അയച്ചത് തൃശ്ശൂരിലുള്ള ചേർപ്പ് പോലീസ് സ്റ്റേഷനിലേക്കാണ്. ഞാൻ ചേർപ്പ് പോലീസ് സ്റ്റേഷനിൽ ചെന്ന് ജോയിൻ ചെയ്ത് ഒരു 2-3 ആഴ്ച കഴിഞ്ഞപ്പോഴത്തേക്ക് IG ഒരു ദിവസം എന്നെ ഫോണിൽ കോൺടാക്റ്റ് ചെയ്തു. ചേർപ്പ് സർക്കിളിൻ്റെ കീഴിലുള്ള നെടുപുഴ എന്ന സ്ഥലത്ത് നിന്ന് 5 കിലോ സ്വർണവുമായിട്ട് കുറേ ബംഗാളികൾ കൽക്കട്ടയ്ക്ക് പോയിട്ടുണ്ട്, വെസ്റ്റ് ബംഗാളിലേക്ക് പോയിട്ടുണ്ട്. എത്രയും വേഗം വെസ്റ്റ് ബംഗാളിൽ പോകണം, കൽക്കട്ടയിൽ പോയി അവരെയും അറസ്റ്റ് ചെയ്ത് സ്വർണമായി മടങ്ങി വരണമെന്ന് അദ്ദേഹം എന്നോട് നിർദ്ദേശിച്ചു. അദ്ദേഹത്തിന് എന്നോടുള്ള അതൃപ്തി അറിയാവുന്നതുകൊണ്ട് പെട്ടെന്ന് അദ്ദേഹത്തിൽ നിന്ന് ഇങ്ങനെ നിർദ്ദേശം വന്നപ്പോൾ എനിക്കൊരു ചെറിയ പരിഭ്രമം തോന്നാതിരുന്നില്ല. എങ്കിലും ഞാൻ അപ്പോൾ തൃശ്ശൂർ SP സമീപിച്ചു. കാരണം ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ഒരു സ്റ്റേറ്റ് വിട്ട് മറ്റൊരു സ്റ്റേറ്റിൽ പോകണമെങ്കിൽ എപ്പോഴും പ്രസിഡൻസി പാസ്പോർട്ട് എന്ന് പറയുന്നൊരു പാസ്പോർട്ട് ഇഷ്യൂ ചെയ്യണം. ആ ഇഷ്യൂ ചെയ്യുന്നത് കൺസേൺഡ് SP-മാരാണ്. അപ്പോൾ അദ്ദേഹത്തിൽ നിന്ന് തൃശ്ശൂർ SPയുടെ കയ്യിൽ നിന്നും പ്രസിഡൻസി പാസ്പോർട്ട് കിട്ടാൻ വേണ്ടി ഞാൻ അദ്ദേഹത്തെ സമീപിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത്, ഒരു ടൂറ് പോകാനല്ലേ, ടൂറ് പോകാൻ ഒരു ASI പോയാലും മതിയല്ലോ, നിങ്ങൾ തന്നെ പോകേണ്ട കാര്യമില്ലല്ലോ എന്ന് പറഞ്ഞ് എന്നെ കളിയാക്കി മടക്കി അയക്കുകയായിരുന്നു. പക്ഷേ IGയുടെ നിർദ്ദേശപ്രകാരം വീണ്ടും അദ്ദേഹത്തിൻ്റെ നിർബന്ധം കൊണ്ട് ഞാൻ വീണ്ടും SPയെ സമീപിക്കുകയും അദ്ദേഹം എനിക്ക് പ്രസിഡൻസി പാസ്പോർട്ട് തരികയും ചെയ്തു. ഇപ്പം പിന്നീടാണ് എനിക്ക് മനസ്സിലായത് IGക്ക് അതിനകത്തുള്ള പ്രത്യേക താല്പര്യം എന്തായിരുന്നു എന്ന് വെച്ചാൽ, അദ്ദേഹത്തിൻ്റെ ഒരു അടുത്ത സുഹൃത്ത് ഒരു അബൂബക്കർ നെടുപുഴ താമസമുണ്ട്. ആ അബൂബക്കറിൻ്റെ മകന് ഷാബു എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ, 10-24 വയസ്സുള്ള ചെറുപ്പക്കാരന് അവിടെ നെടുപുഴ അതിൽ ഒരു സ്വർണ്ണ പണിശാല നടത്തുന്നുണ്ടായിരുന്നു. തൃശ്ശൂരിൽ ഈ സ്വർണ്ണ പണിശാലകൾ ഒരു സാധാരണ സംഭവമാണ്. സ്വർണ്ണ പണിശാലകളെന്ന് പറയുമ്പോൾ ഈ ഒരു വലിയ ഹാളിൽ കുറേ ആൾക്കാരെ ഇരുത്തി അതിനൊരു സൂപ്പർവൈസർ കാണും.
സൂപ്പർവൈസറുടെ കയ്യിൽ ഇതിൻ്റെ ഉടമ കുറേ 1 കിലോയോ 2 കിലോയോ 5 കിലോയോ സ്വർണം കൊടുക്കും. ഈ സൂപ്പർവൈസർ എന്ന് പറയുന്ന ആൾ, നേതാവെന്ന് പറയുന്ന ആ ആൾ ഇത് തൊഴിലാളികൾക്ക് വീതം വെച്ച് 5 ഗ്രാമും 10 ഗ്രാമും 20 ഗ്രാമുമായിട്ട് കൊടുക്കും. അപ്പോൾ അവരൊരു വലിയ ഹാളിൽ വട്ടത്തിലിരുന്ന് അല്ലെങ്കിൽ അവിടെ 2 നിരയായിട്ടിരുന്ന് ഈ സ്വർണം പണി ചെയ്യും. എന്നിട്ട് വൈകിട്ട് ഈ പണിത സ്വർണ്ണമെല്ലാം കൂടെ കൂട്ടി യോജിപ്പിച്ച് ഒരു ആഭരണമായി മാറും. ഈ ആഭരണങ്ങൾ ഈ സ്വർണം കൊടുക്കുന്ന ഇതിൻ്റെ ഉടമ വലിയ വലിയ സ്വർണ്ണക്കടകൾ, ആലുക്കാസ്, അതുപോലെ തന്നെയുള്ള മലബാർ ഗോൾഡ്, അതുപോലുള്ള വലിയ വലിയ കടകളിൽ കൊണ്ട് കൊടുത്ത് അവർ അതിൻ്റെ പൈസ വാങ്ങിക്കും. അപ്പോൾ അവർക്ക് അതിൻ്റെ പണിക്കൂലിയും പണിക്കുറവും ലേബർ ചാർജും ഒക്കെ ഈ ഉടമയ്ക്ക് അതിൻ്റെ കമ്മീഷൻ ഒരു ആദായമായി കിട്ടുകയും ചെയ്യും. അങ്ങനെ സ്വർണം പണിയിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, നമ്മൾ കേരളത്തിൽ വരുന്ന ആഭരണങ്ങൾ 2 തരമാണ്. ഒന്ന് മെഷീൻ കട്ടും ഒന്ന് ഹാൻഡ് മെയ്ഡും. മെഷീൻ കട്ട് സ്വർണ്ണങ്ങൾ പലപ്പോഴും ഈ ബോംബെയിലേക്കുള്ള മാർവാടികൾ മെഷീനിലുണ്ടാക്കി കിട്ടുന്ന സ്വർണ്ണാഭരണങ്ങളാണ്. ഹാൻഡ് മെയ്ഡ് സ്വർണ്ണാഭരണങ്ങളെന്ന് പറയുന്നത് നമ്മളിങ്ങനെ കേരളത്തിലെ സ്വർണ്ണ തൊഴിലാളികളെ ഇരുത്തി പണിയിച്ചെടുക്കുന്ന സ്വർണ്ണാഭരണങ്ങൾ, അതാണ് ഈ വലിയ വലിയ കടകളിൽ കിട്ടുന്നത്. അതിൻ്റെ ഒരു വ്യത്യാസം, മെഷീൻ കട്ട് സ്വർണം ഇച്ചിരൂടെ പെർഫെക്ഷന് കിട്ടുമെങ്കിലും ആൾക്കാർക്ക് അധികവും താല്പര്യം ഈ ഹാൻഡ് മെയ്ഡ് സ്വർണ്ണത്തിലാണ്, ആഭരണങ്ങളിലാണ്. അതുകൊണ്ട് അന്ന് ഈ ഇന്നത്തെ പോലെ വെസ്റ്റ് ബംഗാളിൽ നിന്ന് ഒരുപാട് തൊഴിലാളികളൊന്നും കേരളത്തിൽ ഇല്ലാതിരുന്നൊരു കാലത്ത് സ്വർണ്ണപ്പണിക്കാരായ ഒരുപാട് തൊഴിലാളികൾ തൃശ്ശൂർ ഇങ്ങനെ വന്ന് സെറ്റിൽ ചെയ്ത് ഇങ്ങനെ സ്വർണ്ണപ്പണി ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ഈ ഷാബു കുറേ സ്വർണ്ണമെടുത്ത് ഈ അവരെ പണിയാൻ ഏൽപ്പിച്ചിരുന്നു. അതിനൊരു വിപിൻ മോഹൻ എന്ന് പറഞ്ഞൊരു സൂപ്പർവൈസറാണ് ഉണ്ടായിരുന്നത്. വിപിൻ മോഹനെ ഈ ആഭരണങ്ങൾ പണിയാനുള്ള സ്വർണ്ണം ഏൽപ്പിച്ച് വിപിൻ മോഹൻ ഇത് പലർക്കുമായിട്ട് വീതം വെച്ച് കൊടുത്ത് പണിയിച്ച് വളരെ ഷാബുവിൻ്റെ വളരെ വിശ്വസ്തനായി നിൽക്കുകയായിരുന്നു. അപ്പോൾ ഷാബുവിൻ്റെ തന്നെ സ്വന്തം കെട്ടിടമാണിത്. എൻ്റെ മുകളത്തെ നിലയിലാണ് പണി, താഴത്തെ നിലയിലാണ് വിപിൻ മോഹനും ഒക്കെ താമസിക്കുന്നത്. പക്ഷേ ഒരു ദിവസം നോക്കുമ്പോൾ വിപിൻ മോഹനെയും കുടുംബത്തെയും കാണാനില്ല. വിപിൻ മോഹനുണ്ട്, ഭാര്യയുണ്ട്, ഭാര്യയുടെ സഹോദരനുണ്ട്, പിന്നെ അവരുടെ നാട്ടുകാരനായ ഒരാളുണ്ട്. അവരെല്ലാവരും കൂടെയാണ് താഴെ താമസിക്കുന്നത്. ഇവരെ ആരും ഒരു സുപ്രഭാതത്തിൽ കാണുന്നില്ല. അപ്പോൾ ഷാബുവിന് മനസ്സിലായി ഇവർ ഈ സ്വർണം അടിച്ചു മാറ്റിക്കൊണ്ട് കൽക്കട്ടയ്ക്ക്, അതായത് വെസ്റ്റ് ബംഗാളിലേക്ക് കടന്നായിരിക്കുമെന്ന് തോന്നി. വിപിൻ മോഹൻ പശ്ചിമ ബംഗാളുകാരനാണ്. അവിടെ ഇരിക്കുന്ന തൊഴിലാളികളെല്ലാം തന്നെ പശ്ചിമ ബംഗാളുകാരാണ്. ഈ ബംഗാളി തൊഴിലാളികളെ കൊണ്ട് വിപിൻ മോഹനും പശ്ചിമ ബംഗാളുകാരനായതുകൊണ്ട് അയാൾ ബാക്കിയുള്ള തൊഴിലാളികളെ ഇരുത്തി പണിയിക്കുന്നതാണ്. അതിൻ്റെ നേതാവ് മാത്രമാണ് വിപിൻ മോഹൻ. ഇത്രയും സ്വർണ്ണമായിട്ട് അയാൾ നാട് കടന്നു വിട്ടു എന്ന് തോന്നിയപ്പോൾ അവിടെ തന്നെ ഷാബു റെയിൽവേ സ്റ്റേഷനിൽ പോയി അന്വേഷിച്ചു. 1 മണിക്കൂർ മുമ്പ് കൽക്കട്ടയ്ക്ക് ഒരു ട്രെയിൻ പോയിട്ടുണ്ടെന്ന് അറിഞ്ഞു. അപ്പോൾ അന്വേഷണത്തിൽ ഇങ്ങനൊരു ഫാമിലി, ഒരു ഭാര്യയും കുഞ്ഞും വേറെ 2 പുരുഷന്മാരും ഒക്കെ ആയിട്ട് പോയെന്നുള്ളത് മനസ്സിലായതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ കൽക്കട്ട വെസ്റ്റ് ബംഗാളിലേക്ക് തന്നെ വിട്ടതാണെന്നുള്ള ഷാബുവിന് ഏകദേശം ഉറപ്പായിരുന്നു. ഉടനെ തന്നെ ഷാബു വന്ന് അദ്ദേഹത്തിൻ്റെ പിതാവിനോട് അബൂബക്കറിനോട് പറഞ്ഞു. അബൂബക്കറോട് തന്നെ ഐ ജിയെ വിളിച്ചു. അതനുസരിച്ചാണ് ഐ ജി എന്നെ വിളിച്ചു പറഞ്ഞു ഉടൻ തന്നെ വെസ്റ്റ് ബംഗാളിൽ പോകണം, കൽക്കട്ടയിൽ പോയി അവരെ കൂട്ടി സ്വർണവും കാശുമായി പ്രതികളുമായി മടങ്ങി വരണമെന്ന് പറഞ്ഞു. പക്ഷേ അപ്പോഴത്തേക്ക് ട്രെയിൻ വിട്ട് കഴിഞ്ഞിരുന്നതുകൊണ്ട് അവർക്കൊപ്പം പോയി ട്രെയിനിൽ അത് നോക്കാൻ പറ്റില്ല. പിന്നീട് അപ്പോൾ തന്നെയല്ല, വെസ്റ്റ് ബംഗാളിൽ തന്നെ കൽക്കട്ടയിൽ നിന്ന് 300-400 കിലോമീറ്റർ അകലെയുള്ള ഷാംപൂർ എന്നൊരു സ്ഥലത്താണ് ഇവരുടെ വീട്. അത് ഷാംപൂറിലാണെന്ന് അറിയുന്നത് തന്നെ, അങ്ങനെ ഒരു വിവരം തരാൻ തന്നെ ആരും ഉണ്ടായിരുന്നില്ല. പിന്നെ ഇതിനടുത്ത് മറ്റൊരു സ്വർണ്ണപ്പണിശാലയിൽ ജോലി ചെയ്യുന്ന മാമ എന്ന് വിളിക്കുന്ന ഒരാളുണ്ട്. അയാളും വെസ്റ്റ് ബംഗാളുകാരനാണ്. അപ്പം മാമായോട് ചോദിച്ചപ്പോഴാണ് പറഞ്ഞത് ഇവർ ഷാംപൂറിലുള്ള ആൾക്കാരാണെന്ന് പറഞ്ഞു. അപ്പോൾ ഷാംപൂർ എവിടെയാണെന്ന് ചോദിച്ചപ്പോൾ മാമ പറഞ്ഞത് കൽക്കട്ട സിറ്റിയിൽ നിന്ന് 300 കിലോമീറ്റർ അകലെയാണ്. അപ്പോൾ മാമായോട് നമ്മുടെ കൂടെ വരാമോ എന്ന് ചോദിച്ചാൽ മാമായോട് വരാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാനും 3 പോലീസുകാരും ഈ മാമ എന്ന് വിളിക്കുന്ന വെസ്റ്റ് ബംഗാളുകാരനും ഷാബുവിൻ്റെ ഒരു മാനേജർ സുധി എന്ന് പറയുന്ന ആളുണ്ട്. സുധിയായിരുന്നു ഈ ഇതിനകത്ത് അവർ സ്വർണം പണിയുന്നത് നോക്കി സൂപ്പർവൈസ് ചെയ്യുന്ന നോക്കി നിൽക്കുന്നതും അവരുടെ കയ്യിൽ നിന്ന് സ്വർണം തൂക്കി വാങ്ങിക്കുന്നതും തൂക്കി കൊടുക്കുന്നതുമല്ല. അപ്പം ഈ സുധിയും ഈ മാമായും 3 പോലീസുകാരും ഞാനുമായിട്ട് വെസ്റ്റ് ബംഗാളിന് പോയി. വെസ്റ്റ് ബംഗാളിൽ പോയിട്ട് അവിടെ ഷാംപൂർ പോലീസ് സ്റ്റേഷനിൽ ഞങ്ങൾ ചെല്ലുമ്പോൾ ഒരു രാത്രിയിലാണ് ചെല്ലുന്നത്. രാത്രി ചെല്ലുമ്പോൾ ഷാംപൂർ എന്ന് പറയുന്നത് അത്ര വലിയൊരു ഡെവലപ്ഡ് ഒരു സ്ഥലമല്ല. ഒരു
ചെറിയ സ്ഥലമാണ്, അവിടെ വലിയ കടകളോ ലോഡ്ജുകളോ ഒന്നുമില്ല. അപ്പോൾ ആ പോലീസ് സ്റ്റേഷൻ്റെ കോമ്പൗണ്ടിൽ തന്നെയാണ് സബ് ഇൻസ്പെക്ടർ താമസിക്കുന്നത്, ശ്യാമപ്രസാദ് എന്ന് പറയുന്ന സബ് ഇൻസ്പെക്ടർ താമസിക്കുന്നത്. അപ്പോൾ രാത്രി തന്നെ ഞങ്ങൾ ശ്യാമപ്രസാദിനെ കണ്ട് വിവരം പറഞ്ഞു. ഇവിടെ ലോഡ്ജൊന്നും താമസിക്കാനില്ല, നിങ്ങളൊരു കാര്യം ചെയ്യും, പോലീസ് സ്റ്റേഷനിൽ തന്നെ കിടക്ക്, ഇപ്പോൾ അതേ നിർവാഹമുള്ളൂ എന്ന് പറഞ്ഞു. ഞങ്ങൾ അന്ന് രാത്രി അതേ ശ്യാംപൂർ പോലീസ് സ്റ്റേഷനിൽ തന്നെ കിടന്നിട്ട് നേരം വെളുത്തപ്പോൾ പിന്നെ SIയോട് പറഞ്ഞു, ശ്യാമപ്രസാദിനോട് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു ഞാൻ അന്വേഷിക്കട്ടെ എന്ന് പറയും. ഒരു പോലീസുകാരനെ പറഞ്ഞു വിട്ടു. ഈ മാമ തന്ന മേൽവിലാസത്തിൻ്റെ പേര് മാമയെയും ഒരു പോലീസുകാരനെയും കൂടെ കൂട്ടി അവിടെ വിട്ടപ്പോൾ ഒരു വയലിൻ്റെ നടുക്ക് ഒരു ചെറിയ കുന്നുപോലെ ഉണ്ടാക്കി, അതിലൊരു ചെറിയ ഒരു 2 മുറിക്ക് ഒരു ചെറിയ ഒരു കുടിലാണ് ഈ വിപിൻ മോഹൻ്റേത്. പക്ഷെ അവിടെ അയാളും വന്നിട്ടില്ല, അയാളുടെ ഭാര്യയും ഭാര്യയുടെ സഹോദരനും ഫ്രണ്ടും ആരും വന്നിട്ടില്ല. അപ്പോൾ അവിടെ തന്നെ ആ വിവരം മാമായും ഈ പോലീസുകാരനോട് വന്ന് പറഞ്ഞനുസരിച്ച് പിന്നെ അപ്പോൾ ആ വീട്ടിലുണ്ടായിരുന്നത് വിപിൻ മോഹൻ്റെ അമ്മയായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ ആ വിപിൻ മോഹൻ്റെ അമ്മ പറഞ്ഞു അവർ വന്നിട്ടുണ്ട്, അവർ കൽക്കട്ടയിൽ ട്രെയിൻ ഇറങ്ങിയിരുന്നു, പക്ഷേ ഇങ്ങോട്ട് വന്നിട്ടില്ല. അയാളുടെ ഭാര്യ വീട് മണാരി എന്ന് പറയുന്ന സ്ഥലത്താണ്. മണാരിയിൽ അവരുണ്ടാകാനാണ് സാധ്യതയെന്ന് ഈ അമ്മയുടെ നിന്നും മനസ്സിലായി. മണാരി എന്ന് പറയുന്നത് അവിടെ നിന്ന് 150 കിലോമീറ്റർ അകലെയാണ്. ഈ കൽക്കട്ടയുടെ ഈ ഗ്രാമപ്രദേശത്തൂടെ സഞ്ചരിക്കുമ്പോഴാണ് നമുക്ക് ഈ കൽക്കട്ടയുടെ ഈ വെസ്റ്റ് ബംഗാളിൻ്റെ പരിതാപകരമായ അവസ്ഥ മനസ്സിലാകുന്നത്. കമ്മ്യൂണിസ്റ്റ് ഭരണം കൊണ്ട് കേരളത്തിൽ ഒരുപാട് നേട്ടങ്ങളുണ്ടായിരുന്നതായിട്ട് നമ്മൾ കണ്ടിട്ടുള്ള ഒരാൾക്ക് 30 വർഷം തുടർച്ചയായ വെസ്റ്റ് ബംഗാളിലെ കമ്മ്യൂണിസ്റ്റ് ഭരണത്തിൽ നമ്മൾ പ്രതീക്ഷിച്ചിരുന്നത് വെസ്റ്റ് ബംഗാൾ ഒരുപാട് ഡെവലപ്പ് ചെയ്തു എന്നായിരുന്നു. പക്ഷെ നമ്മൾ ഈ ഗ്രാമപ്രദേശത്തൂടെ ഈ ബസ്സിൽ യാത്ര ചെയ്യുമ്പോഴാണ് മനസ്സിലായത് വഴുത്ത് വളഞ്ഞു കിടക്കുന്ന നെൽവയലുകൾ, വയലിൻ്റെ വരമ്പുകളിൽ കൂടിയിരിക്കുന്ന അർത്ഥതജ്ഞരായ പാവപ്പെട്ട കർഷകർ, കീറിപ്പറിഞ്ഞ മുണ്ട്. നമ്മുടെ ബസ് യാത്ര ചെയ്യുമ്പോൾ പോലും നമ്മൾ അടുത്തൊരാൾ വന്നിരുന്നാൽ നമുക്ക് പോയി ഒന്ന് കുളിച്ചിട്ട് വരണമെന്ന് തോന്നുന്നു, അത്ര വൃത്തിഹീനമായ ആൾക്കാർ. വളരെ പരിതാപകരമായ അവസ്ഥയാണ് വെസ്റ്റ് ബംഗാൾ എന്നുള്ളത് അന്നാണ് ഈ ബസ് യാത്രയിലാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. അത്ര മോശമായ അവസ്ഥയായിരുന്നു. നമ്മൾ തുടർച്ചയായ കമ്മ്യൂണിസ്റ്റ് ഭരണം ഒരുപാട് ഡെവലപ്മെൻറ്റ് കൊണ്ടുവരുമെന്ന് പ്രതീക്ഷിച്ചതാണ്, എങ്കിലും ആ ഒരു ഡെവലപ്മെൻറ്റും അവിടെ കാണാൻ കഴിഞ്ഞില്ല. അലാസ്ക, റൊമേനിയ, ഓസ്ട്രിയ, സ്ലോവാക്യ, ഫുക്കൻ 5 രാജ്യങ്ങളിൽ നിന്നുള്ള അപൂർവ സുന്ദരമായ അനേകം കാഴ്ചകൾ ഫുൾ HDയിലുള്ള ഈ അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം സ്വന്തമാക്കാൻ 99544422 എന്ന നമ്പറിലേക്ക് സഞ്ചാരം എന്ന് SMS ചെയ്യൂ. മണാരി പോലീസ് സ്റ്റേഷൻ ചെന്നു. മണാരി പോലീസ് സ്റ്റേഷൻ ചെന്നപ്പോൾ മണാരിയിലെ SI ഉണ്ടായിരുന്നില്ല, ഒരു ASI ആണ്. മണാരി SI നേരത്തെ ശ്യാംപൂർ SI നമ്മളോട് വളരെ നിസ്സഹകരണമാണ് കാണിച്ചത്. പക്ഷേ മണാരി ചെന്നപ്പോൾ മണാലിലെ SI വളരെയധികം നമ്മളോട് സഹകരിക്കുകയും അവിടുത്തെ പോലീസുകാരെ ഉൾപ്പെടെ മണാലിലെ അവരുടെ വീട് വളയുകയും ചെയ്തു. നമ്മൾ അവരുടെ വീട് വളഞ്ഞ് ഇയാളുടെ ഈ വിപിൻ മോഹൻ്റെ അനിയനൊഴികെ ബാക്കി 4 പേരെയും ആ വീട്ടിൽ നിന്നും കിട്ടി. അവരോട് സ്വർണം ചോദിച്ചപ്പോൾ അവർ കുളിക്കുന്ന ഒരു ചെറിയ മറപ്പുര പോലെ ഒരെണ്ണമുണ്ട്. ആ മറപ്പുരയ്ക്കകത്ത് മണ്ണിൽ കുഴിച്ചിട്ട നിലയിൽ അതിലൊരു പകുതിയോളം സ്വർണവും അവിടെ നിന്ന് കിട്ടി. ആ സ്വർണവുമായിട്ട് നമ്മൾ മണാരി പോലീസ് സ്റ്റേഷനിൽ വന്നിട്ട് പിന്നെ ആ പ്രതികളെ നമ്മൾ കോടതിയിൽ ഹാജരാക്കാൻ വേണ്ടി കൊണ്ടുപോയി. കോടതി ഹാജരാക്കാൻ വേണ്ടി മണാരി പോലീസ് സ്റ്റേഷനിൽ നിന്ന് നമുക്ക് വണ്ടിയൊക്കെ വിട്ടുന്ന എല്ലാവിധ സഹായ സഹകരണങ്ങളും ആ മണാരി പോലീസ് സ്റ്റേഷനിൽ നിന്നുണ്ടായി. ശ്യാംപൂരിൽ നിന്ന് കിട്ടിയ അവഗണനയ്ക്ക് നേരെ എതിരാണ് മണാരി പോലീസ് സ്റ്റേഷനിൽ നിന്ന് കിട്ടിയത്. അത് ബർദാൻ എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് അവിടുത്തെ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോർട്ട് ഇതുള്ളത്. നമ്മൾ ഈ 4 പ്രതികളെ കൊണ്ടുപോകാൻ വേണ്ടി മണാരി പോലീസ് സ്റ്റേഷനിൽ നിന്ന് വണ്ടിയിൽ 4 പ്രതികളുമായിട്ട് നമ്മൾ ബർദാനിലുള്ള കോടതിയിലെത്തി. അവിടുത്തെ കോടതി സംവിധാനം നമ്മുടെ ഇവിടുത്തെ നിന്ന് കുറച്ചുകൂടി വ്യത്യസ്തമാണ് കേരളത്തിലെ നിന്ന്. നമ്മൾ അവിടെ ചെല്ലുമ്പോൾ തന്നെ ഒരു സുമുഖനായ ഒരു ചെറുപ്പക്കാരൻ ഓടി വന്നു, സാർ ഇത് ഏത് സ്റ്റേറ്റിൽ നിന്നാണ്, എങ്ങനെയാണ്, എവിടെയാണ് പോകേണ്ടത്, ഞാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ അവൻ തന്നെ എല്ലാം കൊണ്ടുവന്ന് വേണ്ട ഇടപാടുകളൊക്കെ അവിടെ ചെയ്തു. ഞാൻ കരുതി എന്തൊരു നല്ല ചെറുപ്പക്കാരൻ എന്ന് ഞാൻ ധരിച്ചു അതിനെക്കുറിച്ച്. അവിടുത്തെ സംവിധാനം എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ഒരു പ്രതിയെ കൊണ്ടുവന്ന് നമുക്ക് നേരിട്ട് കോടതി ഹാജരാക്കാൻ കഴിയില്ല.
ആ കോടതിക്കകത്തൊരു പോലീസ് സംവിധാനമുണ്ട്. ഒരു ASI 4-5 പോലീസുകാരും ഉണ്ട്. നമ്മൾ റിമാൻഡ് ആപ്ലിക്കേഷൻ സഹിതം ഈ പ്രതികളെയും റിമാൻഡ് ആപ്ലിക്കേഷനൂടെ ആ ASI ഏൽപ്പിച്ചാൽ ആ ASIയും പോലീസുകാരോടെയാണ് ഈ പ്രതികളെ കോടതിയിൽ ഹാജരാക്കുന്നത്. നമ്മൾ കോടതി ഹാജരാക്കുന്നത് നോക്കി കോടതിയുടെ പുറത്ത് വെയിറ്റ് ചെയ്യേ നിർവാഹമുള്ളൂ. അപ്പോൾ ഈ അവിടെ വെച്ച് കണ്ട ചെറുപ്പക്കാരൻ തന്നെ ഇതിന് വേണ്ട ഈ പോലീസുകാരെ പരിചയപ്പെടുത്തുകയും വേണ്ട അറേഞ്ച്മെൻറ്റ്സും എല്ലാം ചെയ്തെന്ന് പ്രതിയെ കോടതിയെ ഹാജരാക്കാൻ. ഞാൻ പ്രതിയെ കോടതി ഹാജരാക്കിയിട്ട് ആദ്യത്തെ ഒരു ദിവസം എൻ്റെ വരാതെ നിന്നു. നമ്മുടെ കേസ് വിളിക്കുന്നുമില്ല, പിന്നെ ഇതിനെക്കുറിച്ചൊരു തീരുമാനമാകുന്നുമില്ല. രണ്ടാമത്തെ ദിവസം വീണ്ടും നിന്നു. ഞാൻ യൂണിഫോമിലാണ്, 3 സ്റ്റാറുമൊക്കെ തോളി വെച്ചിട്ട് നിൽക്കുകയാണ്. ഈ പലരും വന്നിട്ട് ഈ കേരള KPS എന്നിരിക്കുന്ന പല വക്കീലന്മാരും ഒക്കെ നോക്കുന്നുണ്ട്. പക്ഷെ അവർക്ക് KPS എന്താണെന്ന് പോലും അറിയില്ല. അല്ല, ഈ ചെറുപ്പക്കാരൻ തന്നെ എന്നോട് പറഞ്ഞ്, സാറേ ആ ബെഞ്ച് ക്ലാർക്കിന് ഒരു 100 രൂപ കൊടുത്താൽ കേസ് വിളിക്കും, അല്ലെങ്കിൽ ഇത് സാറേ ഇനി ഇവിടെ നിൽക്കുകയുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്കതൊരു ആക്ഷേപം പോലെ തോന്നി. യൂണിഫോം ഇട്ട് ഞാൻ ഓപ്പണായിട്ട് ഓപ്പൺ കോടതിയിൽ ഒരു ബെഞ്ച് ക്ലാർക്കിന് കൊണ്ട് 100 രൂപ കൊടുക്കുക എന്ന് പറഞ്ഞാൽ എനിക്കതൊരു പൊരുത്തപ്പെടാൻ വയ്യാത്ത കാര്യമായിട്ട് തോന്നി. അതുകൊണ്ട് തന്നെ ഞാൻ ആ പൈസ കൊടുക്കാനൊന്നും മടിച്ചു. ഇത്തിരി നേരം കഴിഞ്ഞപ്പോൾ അവിടുത്തെ ഒരു സീനിയർ വക്കീൽ എൻ്റെ അടുത്ത് വന്നിട്ട് ചോദിച്ചു, വാട്ട് ഈസ് ദിസ് KPS എന്ന്. ഞാൻ പറഞ്ഞു, ദിസ് ഇസ് കേരള പോലീസ് സർവീസ്. ഞാൻ ആദ്യമായിട്ട് കാണുകയാണ്, വെസ്റ്റ് ബംഗാൾ പോലീസ് സർവീസ് കണ്ടിട്ടുണ്ട്, ഇത് ആദ്യമായിട്ട് കാണാം. എന്താ 2 ദിവസമായിട്ട് ഇവിടെ നിൽക്കുന്നല്ലോ എന്ന്. ഞാൻ പറഞ്ഞു, ഞാനിങ്ങനെ പ്രതിയായിട്ട് വന്നതാണ്, പ്രതിയെ കസ്റ്റഡി കിട്ടാൻ വേണ്ടി നിൽക്കുകയാണ്. അത് സാറേ ഇങ്ങനെ നിന്നിട്ട് കാര്യമൊന്നുമില്ല, നിങ്ങളൊരു കാര്യം ചെയ്യ്, 100 രൂപ കൊണ്ടുവന്ന് ആ ബെഞ്ച് ക്ലാർക്കിന് കൊടുക്കും, നിങ്ങളുടെ കാര്യം നടക്കും. ഇല്ലെങ്കിൽ നാളെ ശനിയും ഞായറുമാണ്, കോടതി ഉണ്ടാവില്ല, തിങ്കളാഴ്ച വരെ വീണ്ടും നിങ്ങൾ നിൽക്കേണ്ടി വരുമെന്ന് പറഞ്ഞു. ഞാനുടൻ തന്നെ എനിക്ക് കൊണ്ട് കൊടുക്കാനൊരു മടിയായിട്ട് എൻ്റെ കൂടെ നിന്ന് പോലീസുകാരുടെ കയ്യിൽ 100 രൂപ കൊടുത്തിട്ട് ആ ബെഞ്ച് ക്ലാർക്കിന് കൊടുക്കാൻ പറഞ്ഞു. കോടതി നിർത്തിയിട്ട് ചേംബറിലിരുന്ന മജിസ്ട്രേറ്റാണ്. ഈ 100 രൂപ ബെഞ്ച് ക്ലാർക്കിന് കൊടുത്തൊരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ മജിസ്ട്രേറ്റ് എന്നെ ചേംബറിൽ വിളിച്ചു. ചേംബറിൽ വിളിച്ചിട്ട് അപ്പം തന്നെ പറഞ്ഞു, നിങ്ങളെ പ്രതിയെ ഞാൻ പിന്നീട് കൊടുത്തയച്ചോളാം, പിന്നെ ഇപ്പം നിങ്ങൾ തൽക്കാലം പോവുക, വെസ്റ്റ് ബംഗാൾ പോലീസിനെ ഏൽപ്പിച്ച് ഞാൻ കേരളത്തിലേക്ക് അയക്കുന്നതായിരിക്കും എന്ന് പറഞ്ഞു. അപ്പം തന്നെ എനിക്കൊരു ഓർഡർ കിട്ടുക, പ്രതിയെ റിമാൻഡ് ചെയ്തതായിട്ട്, ബർദാൻ സബ് ജയിലിലേക്ക് റിമാൻഡ് ചെയ്തതായിട്ട് ഓർഡർ കിട്ടു. അന്നേരം കോടതിയിൽ ഈ പ്രതിക്ക് വേണ്ടി ഹാജരാവാൻ ഒരു വക്കീലുണ്ട്. അപ്പം ഞാൻ മനസ്സുകൊണ്ട് കരുതി, ഈ പ്രതികൾ ആരെയും ഒരു വക്കീലിനെ ഏർപ്പാട് ചെയ്തില്ല, ഇപ്പം പെട്ടെന്ന് എങ്ങനെയാണ് പ്രതിക്ക് വേണ്ടി ഇങ്ങനൊരു വക്കീൽ പ്രത്യക്ഷപ്പെട്ടത്. അപ്പം എന്നെ സഹായിക്കാൻ നിന്ന ചെറുപ്പക്കാരെന്ന് പറയുന്നത് ഈ വക്കീൽ കുമസനായിരുന്നു ആ ചെറുപ്പക്കാരൻ. അയാൾ ശരിക്കും പറഞ്ഞാൽ അയാളുടെ വക്കീലിന് വേണ്ടി കേസ് പിടിക്കാനാണ് എന്നെ വന്ന് പരിചയപ്പെട്ടതും എന്നെ സഹായിച്ചതുമല്ല. കോടതിയിൽ ഞാൻ ഹാജരാക്കിയ പ്രതികളെ വെസ്റ്റ് ബംഗാൾ പോലീസിനെ ഏൽപ്പിച്ച് കേരളത്തിലെ കോടതിയിൽ ഹാജരാക്കിക്കൊള്ളാമെന്നും, ഇപ്പം നിങ്ങൾക്ക് പ്രതികളെ കസ്റ്റഡി തരാൻ നിർവാഹമില്ല, ഇപ്പം നിങ്ങൾ മടങ്ങിപ്പോവുക, അത് പിന്നീട് വെസ്റ്റ് ബംഗാൾ പോലീസ് അവിടെ തരും എന്ന് പറഞ്ഞൊരു ഓർഡർ ആ മജിസ്ട്രേറ്റ് എനിക്ക് തന്നു. എന്നിട്ട് പ്രതികളെ റിമാൻഡ് ചെയ്ത് ബർദാൻ ജയിലിലേക്ക് അയക്കുകയും ചെയ്തു. അപ്പോൾ അത്രയായി കഴിഞ്ഞപ്പോൾ കിട്ടിയ സ്വർണവുമായിട്ട് ഞാൻ വീണ്ടും ഷാംപൂർ പോലീസ് സ്റ്റേഷൻ വന്നു. അപ്പോൾ ഇനി ഒരു പ്രതിയെ കിട്ടാനുണ്ട്, പകുതി സ്വർണവും കിട്ടാനുണ്ട്. അപ്പം ഞാൻ ഷാംപൂർ പോലീസ് സ്റ്റേഷനിൽ വന്നപ്പോൾ അവിടുത്തെ SIയോട് ഞാൻ പറഞ്ഞു, ഷാംപൂർ പോലീസ് സ്റ്റേഷനിലെ സബ് ഇൻസ്പെക്ടറോട് ഞാൻ പറഞ്ഞു, ഇനി ബാക്കി സ്വർണ്ണം കിട്ടാനുണ്ട്, ഒരു പ്രതിയും കിട്ടാനുണ്ട്. അയാൾ ഷാംപൂർ പോലീസ് സ്റ്റേഷൻ അതിർത്തിയിൽ തന്നെ ഉണ്ട് എന്നാണ് അറിഞ്ഞത്, അതുകൊണ്ട് അത് റിക്കവർ ചെയ്യാൻ എന്നെ സഹായിക്കണമെന്നത്. അത്രയും ഞാൻ പറഞ്ഞപ്പോൾ തന്നെ ഷാംപൂർ SI നേരെ എതിരാണ്. നിങ്ങൾ ഇത് നടക്കുന്ന കാര്യമൊന്നുമല്ല, നിങ്ങൾ കേരളത്തിലേക്ക് മടങ്ങി പോകാൻ കിട്ടും നോക്ക് കിട്ടിയ സ്വർണവുമായിട്ട്, അതുകൊണ്ട് ഇത് പ്രതിയെ കിട്ടുകയൊന്നുമില്ല, സ്വർണവും കിട്ടില്ല. അപ്പം മാമ എന്ന് പറയുന്ന വെസ്റ്റ് ബംഗാൾ കാരൻ ഞങ്ങളുടെ ഒപ്പം ഉണ്ടായതുകൊണ്ട് അവർ തമ്മിൽ ബംഗാളി, അതായത് അവിടുത്തെ സ്പെഷ്യൽ ബ്രാഞ്ചിലെ ഒരു ഹെഡ് കോൺസ്റ്റബിളും SI തമ്മിൽ ബംഗാളിയിൽ സംസാരിച്ച, മാമ മലയാളിയാണെന്നാണ് SI ധരിച്ചത്, ബംഗാളിയിൽ സംസാരിച്ചത് ഈ മാമായിക്ക് മനസ്സിലായി. അത് പറഞ്ഞ എന്താണെന്ന് വെച്ചാൽ, യവന്മാരെ എങ്ങനെയെങ്കിലും ഇവിടുന്ന് പറഞ്ഞയക്കണം, എന്നിട്ട് ആ സ്വർണം 50-50, അതായത് പകുതി ഭാഗം SIക്കും പകുതി ഭാഗം മോഷ്ടിച്ചുകൊണ്ട് വന്നതിനായിട്ട് വീതം വെച്ചെടുക്കാമെന്നാണ് അവർ തമ്മിൽ പറഞ്ഞത്. അപ്പോൾ അത് ഈ മാമ എന്ന് പറയുന്ന ബംഗാളി തൊഴിലാളി എൻ്റെ കൂടെ ഉള്ളതുകൊണ്ടാണ് അവർ ബംഗാളി പറഞ്ഞ അതാണെന്ന് മനസ്സിലായത്. അപ്പോൾ അത് എന്നെ കൂടുതൽ ദേഷ്യം ഉണ്ടാക്കുകയാണ് എനിക്കാണ്. ഞാനിവിടെ തന്നെ പറഞ്ഞു, ഞാൻ സ്വർണം കിട്ടാതെ ഞാൻ പോവില്ല, സ്വർണം കൊണ്ടേ ഞാൻ പോകൂ, എനിക്ക് സ്വർണം കിട്ടണം. അപ്പോൾ ഈ SI പറഞ്ഞത് നടക്കുന്ന കാര്യമല്ല, നിങ്ങൾ വേറെ മാർഗമല്ലോ നോക്കൂ എന്ന് പറഞ്ഞു.
ഞാനുടൻ തന്നെ IJ വിളിച്ചിട്ട് പറഞ്ഞു, സാർ ഇങ്ങനെ സ്വർണ്ണം ഇവിടെയുണ്ട്, പക്ഷേ SI സഹകരിക്കുന്നില്ല, റിക്കവറി നടക്കുകയില്ല അതില്ലാതെ. അപ്പോൾ IJ എന്നോട് പറഞ്ഞത്, എൻ്റെ ബാച്ച്മേറ്റാണ് അവിടുത്തെ DIG, ഞാൻ DIG വിളിച്ച് പറയാം, നീ പോയി ഉടൻ തന്നെ DIG കാണണമെന്ന് പറഞ്ഞു. ഞാനുടൻ തന്നെ DIG പോയി കണ്ടു. DIG പോയി കണ്ടപ്പോൾ വളരെ സാഹതാർഹമായ ഒരു സമീപനമാണ് അദ്ദേഹം കാണിച്ചത്. അദ്ദേഹം എന്നെ അവിടെ ഇരിക്കുമെന്ന് പറഞ്ഞിട്ട് എന്നോട് വിവരങ്ങളെല്ലാം ചോദിച്ച് മനസ്സിലാക്കി പറഞ്ഞ്, നീ ഒന്നുകൊണ്ട് വിഷമിക്കണ്ട, ഈ സ്വർണം കൊണ്ട് പോയാൽ മതി, അതിന് വേണ്ട സംവിധാനം ഞാൻ ചെയ്തു തരാമെന്ന് പറയും. ഉടൻ തന്നെ അദ്ദേഹം അവിടുത്തെ ബർദാനിലെ DYSPയെ വിളിച്ചു. DYSPയെ വിളിച്ചിട്ട് അദ്ദേഹം പറഞ്ഞു, കേരള പോലീസ് വന്നിട്ടുണ്ട്, കേരള പോലീസിന് സ്വർണ്ണം റിക്കവറി ചെയ്യാൻ സഹായിക്കണം, സ്വർണം കിട്ടിയേ പറ്റുള്ളൂ, ഇല്ലെങ്കിൽ ഷാംപൂർ SIയോട് പറ നാളെ അവൻ ആ സീറ്റ് കാണില്ല എന്ന് പറയുക. അതുകൊണ്ട് ഷാംപൂർ SIക്ക് ജോലി വേണമെങ്കിൽ കേരള പോലീസിൻ്റെ റിക്കവറി സ്വർണ്ണത്തിന് എവിടെയാണെന്ന് വെച്ചാൽ എടുത്തു കൊടുക്കണമെന്ന് പറഞ്ഞു. എന്നിട്ട് എന്നോട് പറഞ്ഞ് ബർദാൻ DYSPയെ പോയി കാണാൻ പറഞ്ഞു. ഞാൻ ബർദാൻ DYSPയുടെ ഓഫീസിൽ ചെന്നു. വളരെ സൗമ്യനായ ഒരു ചെറുപ്പക്കാരൻ, ഡയറക്റ്റ് DYSP ആയിട്ട് കെയർ ചെയ്തതാണ്. ഞാൻ വിവരങ്ങൾ പറഞ്ഞപ്പോൾ അദ്ദേഹം എന്നോട്, നിങ്ങളൊന്നുകൊണ്ടും വിഷമിക്കേണ്ട, നിങ്ങളുടെ സ്വർണം കിട്ടിയിരിക്കും എന്ന് പറഞ്ഞിട്ട് ഉടൻ തന്നെ ഈ ഷാംപൂർ പോലീസ് സ്റ്റേഷനിലെ SIയെ വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ നാളെ ആ സീറ്റ് വേണമെങ്കിൽ, അധികം ഇങ്ങോട്ട് സംസാരിക്കാൻ, ഞാൻ പറയുന്നത് കേട്ടാൽ മതി, നിങ്ങൾ നാളെ ആ സീറ്റിൽ കാണണമെങ്കിൽ ഈ വരുന്നവർക്ക്, കേരള പോലീസിൽ നിന്ന് വന്നവർക്ക് അവരുടെ സ്വർണം റിക്കവർ ചെയ്ത് സ്വർണം എടുത്ത് കൊടുത്താൽ മാത്രം തിരിച്ചെന്നെ വിളിച്ചാൽ മതി, നിങ്ങൾ ഫോൺ കട്ട് ചെയ്യുമെന്ന് പറഞ്ഞാൽ അദ്ദേഹം ഫോൺ ഉടൻ തന്നെ താത്തു വെച്ചു. തിരിച്ച് ഞങ്ങൾ വീണ്ടും ഷാംപൂർ പോലീസ് സ്റ്റേഷനിൽ ചെന്നു. ഷാംപൂർ പോലീസ് സ്റ്റേഷനിൽ ചെന്നപ്പോൾ SI ഇങ്ങനെ എന്തിനും തയ്യാറായെന്ന് ഇപ്പോൾ ഉണ്ട്. അദ്ദേഹം ഞങ്ങളെ കൂട്ടിപ്പോയി. അദ്ദേഹം ഞങ്ങളെ കൂട്ടി ഈ വിപിൻ മോഹൻ്റെ വീട്ടിൽ ചെന്നു. വിപിൻ മോഹൻ്റെ വീട്ടിൽ ചെന്ന് വിപിൻ മോഹൻ്റെ അമ്മയുണ്ട്. വിപിൻ മോഹൻ്റെ അമ്മ പറഞ്ഞു, വിപിൻ മോഹൻ്റെ അനിയൻ വന്നിട്ട് എവിടെയോ പോയി, എവിടെയാണെന്ന് അറിയില്ല, പക്ഷേ സ്വർണം കുഴിച്ചിട്ട സ്ഥലം ആ സ്ത്രീ കാണിച്ചു തന്നു. അടുക്കളയിലെ അടുപ്പുകല്ലുകൾക്ക് പുറകിലായിട്ട് മണ്ണ് മാന്തി മണ്ണിനടുത്ത് കുഴിച്ചിട്ടിട്ടുണ്ടായിരുന്നു. ആ കംപ്ലീറ്റ് സ്വർണവും അമ്മയുടെ സാന്നിധ്യത്തിൽ അമ്മ കാണിച്ചു തന്ന സ്ഥലത്തു നിന്ന് ഞങ്ങൾ റിക്കവർ ചെയ്തു. ആ സ്വർണ്ണമായിട്ട് തിരിച്ച് ഷാംപൂർ പോലീസ് സ്റ്റേഷനിൽ വന്നിട്ട് SIയോട് വളരെ നന്ദി സൂചകമായി സംസാരിച്ചതിന് ശേഷം ഞാനും എൻ്റെ പോലീസ് പാർട്ടിയും എൻ്റെ കൂടെ ഉണ്ടായിരുന്ന സുധി എന്ന് പറഞ്ഞ ഷാബുവിൻ്റെ മാനേജരുമായിട്ട് തിരിച്ച് കേരളത്തിലേക്ക് വന്നു. ഞാൻ ആ സ്വർണം ഇത്രയും കൊണ്ടുവന്ന്, അതായത് 5 കിലോയുടെ വിവിധ സ്വർണ്ണാഭരണങ്ങളായിരുന്നു, ആ സ്വർണ്ണാഭരണങ്ങൾ കൊണ്ടുവന്ന് ഞാൻ തൃശ്ശൂർ SPയുടെ മുമ്പാകെ ഹാജരാക്കിയപ്പോഴാണ് അദ്ദേഹം പറഞ്ഞത്, നിങ്ങൾ പോയപ്പോൾ ഇതൊന്നും നടക്കുമെന്ന് കരുതിയല്ല ഞാൻ അന്ന് അങ്ങനെ കളിയാക്കി പറഞ്ഞത്, പക്ഷേ ഇതിത്രയും നിങ്ങൾ കൊണ്ടുവന്നതിൽ വളരെ സന്തോഷമുണ്ട് എന്ന് പറഞ്ഞു. എനിക്ക് അതിനകത്ത് കഴിയാതിരുന്നൊരു കാര്യം, വിപിൻ മോഹൻ്റെ അനിയനെ അറസ്റ്റ് ചെയ്യാൻ കഴിഞ്ഞില്ല എന്നൊരു കാര്യമുണ്ട്. അത് ചെയ്യാതിരിക്കാനുള്ള കാരണമെന്ന് പറയുന്നത്, വിപിൻ മോഹനെയും ഭാര്യയെയും പിന്നെ മറ്റൊരു അളിയനെയും ഫ്രണ്ടിനെയും അറസ്റ്റ് ചെയ്ത സ്ഥിതിക്ക് അനിയനെ ഏതായാലും നിന്ന് ഷാംപൂറിൽ ഞങ്ങൾ വെയിറ്റ് ചെയ്താലും കിട്ടില്ല എന്നൊരു തോന്നലുണ്ട്. ആ ഒരു തോന്നൽ കൊണ്ടാണ് വിപിൻ മോഹൻ്റെ അനിയന് വേണ്ടി ഞങ്ങൾ വീട്ടിലും ഷാംപൂർ വെയിറ്റ് ചെയ്യാതെ മടങ്ങിപ്പോകുന്നത്. ഈ സ്വർണ്ണാഭരണങ്ങളെല്ലാം പിന്നീട് കോടതി ഹാജരാക്കുകയും കോടതിയിൽ നിന്ന് ഷാബു അത് 3-ാം സ്ഥാനം കൈച്ചീട്ടിൻ്റെ പുറത്ത് വാങ്ങിച്ചുകൊണ്ട് പോവുകയും ചെയ്തു. പിന്നീട് പ്രതികൾ കേരളത്തിൽ വന്ന് ജാമ്യം എടുക്കുകയായിരുന്നു. കേരളത്തിൽ കോടതിയിൽ വെസ്റ്റ് ബംഗാൾ പോലീസ് പ്രതികളെ ഹാജരാക്കി. വെസ്റ്റ് ബംഗാൾ പോലീസ് ഹാജരാക്കിയ പ്രതികൾ പിന്നീട് ജാമ്യത്തിൽ പോയതായിട്ടാണ് അറിഞ്ഞത്. പിന്നീട് അവർ കേരളത്തിൽ വന്നിട്ടില്ല എന്നുമാണ് അറിഞ്ഞത്. പിന്നീട് ആ കേസ് എന്തായി എന്നുള്ളത് എനിക്ക് വ്യക്തമല്ല. ഇത് ആരാണെന്നറിയാൻ ഒരു നിർവാഹവുമില്ല. കാര്യം മുഖം വികൃതമാണ്, കുത്തുകൊണ്ട് മരിച്ചിരിക്കുകയാണ്. ആ നാട്ടിലൊക്കെ അന്വേഷിച്ചതിൽ അങ്ങനെ ഒരു ആരെയും മിസ്സിങ് ഇല്ല, പോലീസ് സ്റ്റേഷനിലോ നാട്ടിലോ ഇല്ല. അപ്പോൾ ഈ ആളിനെക്കുറിച്ച് ഒരു വിവരവും ഇല്ല, മരിച്ചു കിടക്കുന്ന ആളിനെക്കുറിച്ച് ചാൻസ് പ്രിൻറ്റും ഇല്ല. അപ്പോൾ ഈ റബ്ബർ തോട്ടത്തിൻ്റെ നടുക്കാകുമ്പോൾ വേറെ ഉള്ള ഒരു സാധ്യതയില്ലാതെ ഇങ്ങനെ അന്വേഷണ ഉദ്യോഗസ്ഥൻ നിൽക്കി. എനിക്കൊരു യുക്തി തോന്നി, എന്തുകൊണ്ട് മരിച്ച ആളിൻ്റെ ഫിംഗർ പ്രിൻ്റ് ഒന്ന് എടുത്ത് നോക്കിക്കൂടാ?